തിയേറ്ററിൽ ഒരു മമ്മൂട്ടി ചിത്രത്തിനായി 8 മാസത്തോളമാണ് മലയാളം കാത്തിരുന്നത്. ആ കാത്തിരിപ്പൊരിക്കലും നഷ്ടമായിരുന്നില്ലെന്ന് അടിവരയിടുന്ന വെള്ളിയാഴ്ചയാണ് കടന്നുപോകുന്നത്. വേഷപ്പകർച്ചകൾ കൊണ്ട് വിസ്മയിപ്പിച്ച മമ്മൂട്ടി താരങ്ങളിലെ മികച്ച നടന്മാരിൽ തന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്ന സിനിമയാവുകയാണ് കളങ്കാവൽ. മലയാളത്തിന് ഇനിയുമേറെ പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധായകനെ കൂടി കളങ്കാവൽ സംഭാവന ചെയ്യുന്നു. മമ്മൂട്ടി, വിനായകൻ എന്നിവരെ കേന്ദ്രകഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിച്ച ചിത്രമാണ് കളങ്കാവൽ. ദുൽഖർ സൽമാന്റെ ഏറെ പ്രശംസ നേടിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ കഥയൊരുക്കിയ ജിതിൻ ഏറെ പ്രശംസ നേടിയിരുന്നു. സംവിധായകനും ജിഷ്ണു ശ്രീകുമാറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത്. 8 മാസത്തിന് ശേഷമെത്തുന്ന മമ്മൂട്ടി ചിത്രമെന്നതിനു പുറമെ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമെന്ന പ്രത്യേകതയും കളങ്കാവലിനുണ്ട്. ദക്ഷിണ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അനുഷ്ഠിച്ചുവരുന്ന ഒരാചാരമാണ് ടൈറ്റിലായി ഉപയോഗിച്ചിരിക്കുന്ന കളങ്കാവൽ. ആചാരവുമായി കഥയ്ക്ക് നേരിട്ട് ബന്ധമുള്ളതായി ചിത്രത്തിൽ കാണിക്കുന്നില്ല. കളത്തിൽ അസുരനെ നിഗ്രഹിക്കുന്നതാണ് ചടങ്ങ്. ആ അർത്ഥത്തിൽ പ്രമേയത്തിന് പേരുമായി വിദൂര സാമ്യമുണ്ട്. വേഷപ്പകർച്ചകൾക്ക് എന്നും പ്രശംസിക്കപ്പെടുന്ന താരമാണ് മമ്മൂട്ടി. സാധാരണ നിലയിൽ നായകനടന്മാർ ചെയ്യാൻ ധൈര്യപ്പെടാത്ത കഥാപാത്രത്തെയാണ് കളങ്കാവലിൽ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയായതുകൊണ്ട് ആ കഥാപാത്രം അനായാസമാണെന്ന് പ്രേക്ഷകൻ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും. ഒരുപാട് മാനങ്ങളുള്ള കഥാപാത്രത്തിലും പകർച്ചകളിലൂടെ അദ്ദേഹം കയ്യടി നേടുന്നുണ്ട്. സൂക്ഷ്മാഭിനയത്തിൽ തന്നെ വെല്ലാൻ മറ്റൊരാളില്ലെന്നും സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രത്തിലൂടെ മമ്മൂട്ടി അടിവരയിടുന്നു. തിരുവനന്തപുരം ഭാഷയാണ് ചിത്രത്തിലുടനീളം മമ്മൂട്ടിയുടെ കഥാപാത്രം ഉപയോഗിക്കുന്നത്. യൂണിഫോമിലല്ലാത്ത പോലീസ് വേഷത്തിൽ മികച്ച പ്രകടനമാണ് വിനായകനും കാഴ്ചവെക്കുന്നത്. മമ്മൂട്ടിയോടൊപ്പം വരുന്ന ഫ്രെയിമുകളിലെല്ലാം അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന അഭിനയമാണ് വിനായകൻ കാഴ്ചവെക്കുന്നത്. ജിബിൻ ഗോപിനാഥും ശ്രുതി രാമചന്ദ്രനും രജിഷ വിജയനും ധന്യ അനന്യയുമുൾപ്പെടെ എല്ലാവരും പ്രശംസയർഹിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഫൈസൽ അലിയാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ഒഴുക്കിനെ തീരുമാനിക്കുന്നതിൽ ഫൈസലിന്റെ ഛായാഗ്രാഹണത്തിന് നിർണായക പങ്കുണ്ട്. മൂഡിനൊപ്പമുള്ള പശ്ചാത്തല സംഗീതത്തിലൂടെ മുജീബ് മജീദ് ഒരിക്കൽ കൂടി കയ്യടി നേടുകയാണ്. ക്രൈം ഡ്രാമ ജോണറിൽ മികവു തെളിയിച്ച മുജീബ് മജീദ് തന്റെ ശക്തിമേഖലയിൽ ഒരിക്കൽ കൂടി കയ്യൊപ്പ് പതിപ്പിക്കുന്നു. പ്രവീൺ പ്രഭാകർ ആണ് എഡിറ്റിംഗ്. ജോണറിനോട് നീതി പുലർത്തി പ്രേക്ഷകനെ ചിത്രത്തിൽ പിടിച്ചിരുത്തുന്നതിൽ പ്രവീണിന്റെ പങ്ക് വലുതാണ്. ശബ്ദലേഖനം നിർവഹിച്ച M.R. രാജാകൃഷ്ണൻ, മേക്കപ്പ് ആർട്ടിസ്റ്റുകളായ അമൽ ചന്ദ്രൻ, ജോർജ് സെബാസ്റ്റ്യൻ, വസ്ത്രാലങ്കാരം നിർവഹിച്ച അഭിജിത്ത് സി, കളറിസ്റ്റ് ലിജു പ്രഭാകർ, സംഘട്ടനരംഗമൊരുക്കിയ ആക്ഷൻ സന്തോഷ് തുടങ്ങി എല്ലാവരും അവരുടെ ഭാഗം മികച്ചതാക്കി. ഡെവിളിഷ് കഥാപാത്രമായി മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമാണ് ചിത്രത്തിൽ. സാധാരണ ക്രൈം ഡ്രാമ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുറ്റവാളിയെ പ്രേക്ഷകന് മുന്നിലേക്ക് ആദ്യം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് തിരക്കഥ. പിന്നീട് മിക്കവാറും ഇടങ്ങളിൽ പ്രതീക്ഷിതവും പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ അപ്രതീക്ഷിതവുമായി മുന്നേറുന്ന കഥയാണ് ചിത്രത്തിൻ്റേത്. വ്യത്യസ്തതകളുള്ള ഒരു ക്രൈം ഡ്രാമയും മികച്ച അഭിനയ മുഹൂർത്തങ്ങളും തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കണ്ണടച്ച് ടിക്കറ്റ് എടുക്കാവുന്ന ചിത്രമാണ് കളങ്കാവൽ.